ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ലോക ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യതയുള്ള ദിവസങ്ങളാണ്. ഇത് കഷ്ടാനുഭവ ആഴ്ചയാണ്. ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെസഹയുടെ ആചാരങ്ങൾ നടത്തപ്പെടുന്നു എന്നതുകൊണ്ട് പെസഹയെ സംബന്ധിച്ച് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിയരുടെ 3 വാർഷിക ഉത്സവങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ 3 വാർഷിക ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെസഹ. പെസഹയ്ക്ക് ചരിത്രപരമായും മതപരമായും വളരെ പ്രാധാന്യതയുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പേസാക്ക് എന്ന എബ്രായ പദത്തിന് കൊടുത്തിരിക്കുന്നതായ അർത്ഥമെന്ന് പറയുന്നത് കടന്നുപോകൽ എന്നുള്ളതായ അർത്ഥം തന്നെയാണ്. പെസഹയുടെ സ്ഥാപനത്തെക്കുറിച്ച്, ഇതിൻ്റെ ആരംഭകാല ചരിത്രത്തെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തത്തിലായിരുന്ന കാലഘട്ടം, ആ അടിമത്തം അവസാനിക്കപ്പെട്ട് അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് അവർ കടന്നു പോകേണ്ടതായ സന്ദർഭങ്ങൾ അവരുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ മോശ അഭിഷേകം പ്രാപിച്ച് മിസ്രൈമിലേക്ക് കടന്നു വരികയും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ ഫറവോനോട് പറയുകയും ചെയ്തെങ്കിലും ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയപ്പാനായിട്ട് മനസ്സ് കാണിച്ചില്ല. തൽഫലമായി മിസ്രൈമ്യരുടെ മേൽ 10 ബാധകൾ കടന്നു വരികയും 10ാമത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരം കടന്നു വരുന്നതായ സന്ദർഭത്തിൽ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയതായ ഒരു കാര്യമുണ്ട്. മരണദൂതൻ ഈ വഴി കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകൾ വിട്ട് കടന്നു പോകേണ്ടതിന് നിങ്ങൾ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടേണമെന്നും ഓർമ്മപ്പെടുത്തുന്ന ആഴമായ സന്ദേശമാണ് ഇത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾക്കകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ നിലകളിൽ ജനം ഒരു കുഞ്ഞാടിനെ കൊന്ന് രക്തമെടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടുകയും സംഹാരകൻ അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കാതെ കടന്നു പോവുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ സ്മരണയായി, അതിൻ്റെ ഓർമ്മയായി ആചരിച്ചതായ ഒന്നാണ് പെസഹ എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ പെസഹ അന്ന് അവർ ആചരിക്കുകയും പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പെസഹ ആചരിച്ചത് എന്ന് സംഖ്യാപുസ്തകം 9-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. പെസഹയുടെ ആചാരവുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗൃഹത്തിലെ എല്ലാ കുടുംബത്തലവന്മാരും 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു ചെമ്മരിയാടിനെയോ കോലാടിനെയോ നീസാൻ മാസം 10-ാം തീയതി തെരഞ്ഞെടുത്തു കൊണ്ടുവരികയും നീസാൻ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ഇരുട്ടുള്ളപ്പോൾ അതിനെ അറുക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു യഹൂദന്മാരുടെ ഉള്ളിലെ ചിന്തകളും അവർക്ക് കൊടുത്തിരുന്നതായ നിയമങ്ങളും എന്നുള്ളതും ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരികയാണെങ്കിൽ അവിടെ പറയുന്നതും പെസഹ കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം, 8 ദിവസത്തിനും 1 വർഷത്തിനുമിടയ്ക്ക് പ്രായമുള്ളതായിരിക്കണം, ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നതായ 10-ൽ കുറയാത്തതും 20-ൽ കൂടാത്തതുമായ ഒരു സംഘത്തിന് ഒരാട്ടിൻകുട്ടി എന്ന നിലയിൽ എടുക്കണമെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ആഴമായ സന്ദേശവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വചനചിന്തകളിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മരണദൂതൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഗൃഹങ്ങൾക്കകത്ത് പ്രവേശിക്കാതിരിക്കേണ്ടതിനും മരണദൂതൻ തൊടാതെ അവർ കടന്നു പോവുകയും ചെയ്തതിൻ്റെ സൂചനയായി, അടയാളമായിട്ടാണ്
എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ പെസഹയുടെ ആചാരങ്ങൾ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ യഹൂദന്മാർ പെസഹ ആചരിച്ചിരുന്നതും അതിൻ്റെ ഓർമ്മയായിട്ടാണ് എന്നതും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. പുതിയ നിയമ ചരിത്രത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിനകത്ത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായിട്ട് പെസഹ ഒരുക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ മാളികമുറിയിൽ അവർ പെസഹ ഒരുക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നതായ ചിന്ത 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിനകത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമായ വീണ്ടെടുപ്പിനെയും പെസഹ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നാം അറിയുക. പെസഹയുടെ പൊരുൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഞാൻ ഓർപ്പിച്ച വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിന്തയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പെസഹയുടെ ആചാരങ്ങളുടെ പിന്നിൽ മരണദൂതൻ അവരെ വിട്ട് കടന്നുപോയതിൻ്റെ ഓർമ്മയായിരുന്നു, അല്ലെങ്കിൽ ജീവനിലേക്ക് കടന്നു വരുവാനും അല്ലെങ്കിൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു പോകുവാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ ഓർമ്മ സൂചനയായി അത് നടത്തിയിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യത എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമായ വീണ്ടെടുപ്പുമാണ് പെസഹ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പഴയ നിയമത്തിലെ വീണ്ടെടുപ്പിൻ്റെ ഒരനുഭവമല്ല, അതിനപ്പുറത്ത് യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന നിത്യരക്ഷയുടെ ഓർമ്മയാണ് ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേവലം അജ്ഞമായിരിക്കുന്ന ഒരാചാരത്തിനപ്പുറത്ത് യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാനും ആ നിലകളിൽ അതിൽ നിലനിൽക്കുവാനും വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി നമുക്കൊരുങ്ങുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ഒരു ആചാരമായിട്ടല്ല, ഞങ്ങൾക്ക് ക്രിസ്തുയേശുവിലൂടെ ലഭ്യമായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധി നിലനിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.